അപ്പോൾ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുമ്പോൾ ആ കണക്കുകൾ അത്ര വ്യക്തമല്ല എന്നുള്ളതാണ്. കാരണം ഈ ആദിവാസികൾക്കിടയിൽ 5% മാത്രമേ വരുന്നുള്ളൂ, ദളിതർക്കിടയിൽ 20% മാത്രമേ വരുന്നുള്ളൂ. അതിദരിദ്രർ എന്ന് പറയുന്നൊരു അതിവായനയാണ്, നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. കാരണം നമ്മൾ തന്നെ എത്ര റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഉന്നതികളിലെ ജീവിതം, തലസ്ഥാനത്തെ ഉന്നതികളിലെ ജീവിതം, രേഖകളില്ലാത്തവരുണ്ട്, രേഖകൾ ഉണ്ടായിട്ടും വീടുകൾ കിട്ടാത്തവരുണ്ട്, കൊടും പട്ടിണിയിലായ, വീടിന് മേൽക്കൂരയില്ലാത്ത, അല്ലെങ്കിൽ വീടുകൾ രേഖകൾ കൊണ്ടുകൊടുത്തിട്ടും വീട് കിട്ടാത്ത എത്ര ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു കണക്ക് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്കിടയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആദിവാസി ഗോത്ര സഭ പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ചോദ്യം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ കണക്കെടുപ്പ് നടത്തിയിരിക്കുന്നത്? അപ്പോൾ ഇത് കൃത്യമായി ഓരോ പഞ്ചായത്ത് തലത്തിൽ വന്നിരിക്കുന്ന കണക്കാണ്. അതുകൊണ്ട് അതിനെ പൂർണ്ണമായും വിശ്വസിക്കുകയാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് അത്ര ശരിയായി തോന്നുന്നില്ല. അപ്പോൾ ഈ 64,000 കുടുംബങ്ങൾ മാത്രമല്ല എന്ന് മന്ത്രി പറഞ്ഞത് സൂപ്പർ ചെക്ക് നടത്തി. ആ സൂപ്പർ ചെക്കിൽ പ്രതിപക്ഷത്തിന് ചെക്ക് വെക്കാം, പക്ഷെ കണക്ക് വേണം. അല്ല, പ്രതിപക്ഷത്തിന് ചെക്കിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. നമ്മൾ തന്നെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകൾ, നമ്മുടെ വാർത്തകളുണ്ട്. നമ്മുടെ വാർത്തകൾ നിശ്ചയിക്കുന്ന കാര്യമില്ല. ഈ 5% ആദിവാസികളെ ഉള്ളൂ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും തെറ്റായ കണക്കാണ്. നമ്മൾ ആദിവാസി ഊരുകളിലേക്ക് കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു രേഖകളിലും പറ്റാത്ത എത്ര പേരുണ്ട്. നോക്കൂ, ഒരു രേഖ, അവർ ദരിദ്രരല്ലെന്നേ, അത് അതിദരിദ്രരാണ് അവർ.